വ്യത്യസ്തങ്ങളായ വീടും അവയെക്കുറിച്ചുള്ള അറിവും നിങ്ങളുമായി പങ്കുവെക്കുന്ന മാസ്റ്റർ ക്രാഫ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ കണ്ണാടി എന്ന സ്ഥലത്ത് പടിഞ്ഞാറ്റിൽ പുത്തമ്പുരയിൽ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്റ്റൈലും അതുപോലെ തന്നെ കേരള ട്രഡീഷണൽ സ്റ്റൈലും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു എലിവേഷനിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചൂടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. സോ അതുകൊണ്ടാവണം ഈ വീടിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് ഓട് വെച്ചിട്ടാണ്. പാലക്കാട് ഈ 40 ഡിഗ്രി ചൂടിലൊരു വീട് പണിത് അതിൽ നിന്ന് ചൂടിൽ നിന്ന് സംരക്ഷണം നേടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു മെയിനായിട്ട് ഞാൻ ഈ വീട് പണിയുമ്പോൾ കണ്ടെത്തിയത്. അതിന് മുന്നോടിയായിട്ടാണ് ഞാനിത് അടിയിലെ ഫ്ലോർ മാത്രം ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുകയും അതിനോടനുബന്ധിച്ചുള്ള രീതിയിൽ റൂഫിന് നല്ല ഹൈറ്റ് കൊടുത്ത് മലേഷ്യൻ ഓട് വെച്ചിട്ട് പ്രത്യേകിച്ച് അത് ക്ലേ ഓടാണ്. ക്ലേ ഓടാകുമ്പോൾ നമുക്ക് ചൂടിന് കുറച്ച് പരിഹാരം ഉണ്ടാവും. ഓൾമോസ്റ്റ് 3000 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവായിട്ട് ലോൺ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു പ്രൊജക്റ്റഡ് ഡയസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ സീറ്റിംഗ് ഓർ സം ഫങ്ഷൻ വെൻ വി നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ വേറൊരു മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഗ്രാൻഡ് എൻട്രിയാണ്. ആ ഒരു ആർച്ച് എൻട്രി വിത്ത് റിമോട്ട് കൺട്രോൾ ഗേറ്റ്. ഇതിൻ്റെ പോർച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ഇത് മെയിൻ ഹൗസിൽ നിന്ന് വിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ അതിനോട് ചേർന്ന് പെർഗോളാസ്, വെർട്ടിക്കൽ പെർഗോളാസ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടംപററി സ്റ്റൈൽ ഓഫ് ഡിസൈനിങ് ആണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. ഇതിൻ്റെ വാൾസിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന മാർബിൾ ക്ലാഡിങ്സ് ആണ്. ഈ വീടിൻ്റെ ഓവറോൾ ഡിസൈൻ ഒരു മോഡേൺ തീമിൽ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിവിങ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവിങ് റൂം ഇറ്റ്സ് ടു സ്പേഷ്യസ്. അപ്പോൾ അത് ശരിക്കും ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. അതെങ്ങനെ വി വിൽ ഡിസൈൻ ദ എൻറ്റയർ സ്പേസ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഒരു ദർ ആർ 2-3 എലമെൻറ്റ്സ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സീറ്റിംഗ്, ഇഫ് യു ലുക്ക് അറ്റ് ദ സീറ്റിംഗ്, നമുക്കറിയാം ഒരു ലൈറ്റ് കളറിൽ വന്ന് ഇറ്റ്സ് മാച്ചിങ്, ഇറ്റ്സ് ബ്ലെൻഡിങ് വിത്ത് ദ എൻറ്റയർ തീം ഓഫ് ദ ലിവിങ് സ്പേസ്. സീറ്റിംഗ് ആണ് മെയിനായിട്ട് വി ഹാവ് കൺസിഡേർഡ്.
വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയർ ഏരിയ ആണ്. പ്രയർ ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡ്യൂക്കോ ഫിനിഷിൻ്റെ ഒരു ബേസ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഫോട്ടോയുടെ 2 സൈഡിലുമായിട്ട് മിറർ എച്ചിങ് ചെയ്തിരിക്കുന്നു. അതൊരു ന്യൂ കൺസെപ്റ്റാണ്. നമ്മുടെ പാലക്കാട് ടെമ്പറേച്ചർ എവരിബഡി നോസ്. അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കാനുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിൽ എൻ്റയർ ലിവിങ് റൂം വി ഹാവ് ഡൺ ഇൻ ജിപ്സം സീലിംഗ്. അപ്പോൾ ജിപ്സം സീലിംഗ് എലോൺ doesn't give an impressive look. So we have used veneer also all around. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കിച്ചണും ഡൈനിങ് സ്പേസും തമ്മിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്നുള്ള പാഷ്യോ ആണ് വേറൊരു മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സും പെബിൾസും എല്ലാം വെച്ച് ഡൈനിങ് സ്പേസിൽ ഇനഫ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് ചേർന്ന് നമ്മൾ അതിൻ്റെ വാള് വെർട്ടിക്കൽ പെർഗോളാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പാക്ട് രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോൺ അതാണ് ഈ ഒരു കിച്ചണെ ഏറ്റവും അധികം ആകർഷണീയമാക്കുന്നത്. ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത് ക്ലയൻറ്റിൻ്റെ ഒരു സ്പെസിഫിക് റിക്വയർമെൻ്റ് ആയിരുന്നു. അതല്ലാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ കംപ്ലീറ്റ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ മെയിനായിട്ട് നമ്മൾ ഷട്ടറെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പോളിമർ ഷട്ടറാണ്. ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അത് തന്നെ നമ്മൾ കളർ ചെയ്തിരിക്കുന്നത് ബേസ് യൂണിറ്റിന് ഡാർക്കും ഓവർഹെഡ് യൂണിറ്റ് ഒരു ഗ്രെയിൻസ് ഉള്ള ലൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൗണ്ടർ ടോപ്പ് നമ്മൾ എഞ്ചിനീയർഡ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇനഫ് ടാൻഡം ബോക്സസ് ആർ ഗിവൺ, കോർണർ യൂണിറ്റ്സ് ആർ ഗിവൺ. കിച്ചൺ ഈസ് എൻറ്റയർലി based on the practical aspect of the client. അനുബന്ധിച്ച് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതോടൊപ്പം ഒരു പാൻട്രി കിച്ചണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റിനൊരു സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അവർക്കൊരു കോമ്പാക്റ്റുള്ളൊരു ഫാമിലി സ്പേസിൽ വേർ ദേ ക്യാൻ വാച്ച് ദ TV. അപ്പോൾ അത് നമ്മൾ വളരെ നീറ്റായിട്ട്
സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ വിനീറിലുള്ള വിനീർ വുഡൻ കോളംസ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് സീറ്റിംഗ് വന്ന് ടി വി യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ഡ്യൂക്കോയിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് ഡ്യൂക്കോയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ ഇറ്റ്സ് ഡൺ ഇൻ കൊറിയൻ. അപ്പോൾ കൊറിയൻ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ടു അവോയ്ഡ് സ്ക്രാച്ചസ്. ഏറ്റവും അധികം സന്തോഷം നൽകുന്നതും എനർജി നൽകുന്നതുമായ ഒരു കളറാണ് വൈറ്റ് കളർ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിനുള്ള 3 ബെഡ്റൂംസിലും അവർ വൈറ്റ് കളർ പ്രിഫർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വൈറ്റ് തീമിന് മാച്ചിങ് ആവുന്ന രീതിയിലാണ് ഇവിടുത്തെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഫർണിച്ചേഴ്സും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ് സ്പേസിന് ഒട്ടും തന്നെ ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിലാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയയും അതുപോലെ വാഷ് ഏരിയയും കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ ബെഡും പിന്നെ ഒരു സ്റ്റഡി ഏരിയ ആയിരുന്നു മെയിൻ റിക്വയർമെൻറ്റ്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റഡി സ്പേസ് ആണെങ്കിൽ നമുക്ക് കൊറിയൻ ടോപ്പിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബെഡ് ഡ്യൂക്കോ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബെഡിനോട് ചേർന്ന് നമ്മളൊരു ഹെഡ് ബോർഡ്, ഇലാബറേറ്റഡ് ഹെഡ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആർട്ടിഫാക്ട്സ് വെക്കാനും ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ വി ഹാവ് എ വുഡൻ സീലിംഗ് മാച്ചിങ് ടു ദ ബെഡ് ഡിസൈൻ. അതാണ് മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ വിൽ കം ടു ദ ഗസ്റ്റ് ബെഡ്റൂം. ഗസ്റ്റ് ബെഡ്റൂമിൽ കളർ തീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈറ്റ് യെല്ലോ തീമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന വിനീറും നമ്മൾ യെല്ലോ